യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ നല്ലൊരു ദിവസത്തിൻ്റെ സമൃദ്ധിയുള്ള ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 106 സങ്കീർത്തനം 47 തിരുവചനം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്ക് ഇടവരട്ടെ. ദൈവമായ കർത്താവാണ് നമ്മളെ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുവാനും വേണ്ടിയാണ് നമ്മൾക്ക് ഈ ദിവസം ദൈവം തന്നിരിക്കുന്നത്. ആ ദൈവത്തെ സ്തുതിച്ച് ആ ദൈവത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ലഭിക്കണമെന്ന് ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടോ, അതെല്ലാം ആ പരിശുദ്ധനായ ദൈവം, സർവശക്തനായവൻ നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങളുടെ കുടുംബത്തിന് ഇന്നൊരു അനുഗ്രഹമുണ്ടാവും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു ദൈവപ്രവൃത്തി ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അനുഗ്രഹങ്ങളാലും അത്ഭുതങ്ങളാലും അവരെല്ലാം ഈശോ ദൈവത്തിൻ്റേതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഈ നിമിഷം സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.